ആരൂട്ടും, ആരു കഴുകി തുടച്ചുറക്കും, ആരീ മുടിച്ചുരുളുകൾ ചീകി ഒതുക്കി വയ്ക്കും, ആരീ അഴുക്കുകൾ എടുത്തിടും, എന്നുമെൻ്റെ ആരോമലിന്നി ഇരുളിലാര് കരം പിടിക്കും. കാര്യം വിന നിലവിളിച്ചു പിടഞ്ഞിടുമ്പോൾ ആരെൻ്റെ കുഞ്ഞിനെ മുറുക്കെ അണച്ചുകൊള്ളും. ആരുണ്ടലിഞ്ഞ് മിഴിനീരോട് കാത്തുകൊള്ളാൻ, ആരുണ്ട് ദൈവവും ഒരമ്മയും ഇന്നീ മണ്ണിൽ. നിഷ്കളങ്കതയിൽ ചാലിച്ച പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി തനിച്ചിരുന്ന് തപിക്കുന്ന അമ്മയുടെ ചോദ്യം കേരളത്തിലെ ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടിയുള്ള പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയോടുള്ള ചോദ്യമായാണ് സുഗതകുമാരി അവതരിപ്പിക്കുന്നത്. തന്റെ കാലശേഷം തന്റെ കുഞ്ഞിനെ ആര് നോക്കും എന്ന അനേകം അമ്മമാരുടെ വേവുന്ന നൊമ്പരത്തിന്റെ ഉത്തരമാണ് കേരളത്തിലെ നൂറുകണക്കിന് സന്യാസിനികൾ നടത്തുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഡിസബിലിറ്റികൾ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ. തങ്ങൾ നൊന്തു പ്രസവിച്ചിട്ടില്ലാത്ത, തങ്ങൾക്കൊരു കടപ്പാടുമില്ലാത്ത ഇവരെ അവർ ഊട്ടി കഴുകിത്തുടച്ചുറക്കി, അവരുടെ മുടിച്ചുരുളുകൾ ചീകി ഒതുക്കി, അവരുടെ അഴുക്കുകൾ എടുത്തു, ഇരുളിൽ അവരുടെ കരം പിടിച്ചു. അവർക്ക് മറ്റൊരമ്മയും ഒരു വേള ദൈവവുമായി. 1866 കേരളത്തിലെ പെൺകുട്ടികളുടെ സർവതോമുഖമായ സമുദ്ധാരണവും ആത്മീയ മാനസിക സാമൂഹിക പരിശീലനവും ലക്ഷ്യമിട്ട് വിശുദ്ധ ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ ഏകദേശീയ സന്യാസിനി സമൂഹത്തിന്റെ ചരിത്രം സാംസ്കാരിക കേരളത്തിന്റെ കൂടി ചരിത്രമാണ്. വിദ്യാഭ്യാസ ഭൂപടത്തിൽ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പൊതുധാരയിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ കീഴ്ശ്രേണിയിലുള്ളവർക്ക് കൂടി ലഭ്യമാക്കിക്കൊണ്ട് ചാവറയച്ചൻ തുടങ്ങിവെച്ച സേവന ശുശ്രൂഷയുടെ തുടർച്ചയാണ് CMC സന്യാസിനി സമൂഹം അനുഷ്ഠാന സമം അനുവർത്തിക്കുന്നത് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കന്യാമഠങ്ങളോടനുബന്ധിച്ചുണ്ടായിരുന്ന ബോർഡിങ്ങുകളിൽ താമസിച്ച് അറിവും തൊഴിൽ പരിശീലനവും ലഭിച്ച പെൺകുട്ടികൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാനും നിർണായക ശക്തിയാകാനും തുടങ്ങി. സ്ത്രീ വിദ്യാഭ്യാസത്തോടൊപ്പം സമൂഹത്തിന്റെ അതിരുകളിലേക്ക് മാറ്റി നിർത്തുകയും അദൃശ്യവൽക്കരിക്കുകയും ചെയ്യപ്പെട്ടിരുന്ന പല വിധത്തിലുള്ള ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വ്യത്യസ്തതകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ സമർപ്പിതരുടെ വാത്സല്യമൂറുന്ന ശ്രദ്ധയും കരുതലും ദൈവസ്നേഹത്തിന്റെ മറുവാക്കെന്നവണ്ണം പതിഞ്ഞു. വീടുകൾ തോറും തേടി നടന്ന് നിസ്സഹായരായ മാതാപിതാക്കളിൽ നിന്ന് വാത്സല്യത്തിന്റെ കരങ്ങളിലേക്ക് അവരെ ഏറ്റെടുത്ത് സമൂഹത്തിന്റെ സഹതാപത്തിന് നിന്നുകൊടുക്കാതെ അതിജീവനത്തിനായി കുതിക്കുവാൻ സിസ്റ്റേഴ്സ് ഇവരെ എല്ലാ പ്രകാരത്തിലും ശക്തിപ്പെടുത്തുന്നു. CMC സന്യാസിനി സമൂഹത്തിന്റെ വിവിധ പ്രൊവിൻസുകളിലായി 23 സ്ഥാപനങ്ങളാണ് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തുത്യർഹമാം വിധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിക്കൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വിദഗ്ധരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണിവർ. ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നിക്കുകൾ ഇവ ഉപയോഗിച്ച് തങ്ങളുടെ ശാരീരികവും ബുദ്ധിപരവും പെരുമാറ്റ സംബന്ധിയുമായ ശേഷികളെ വികസിപ്പിക്കുവാൻ ഈ കുട്ടികളെ സിസ്റ്റേഴ്സ് പരിശീലിപ്പിക്കുന്നു. സ്പോർട്സ്, ബാൻഡ്, ഡാൻസ്, ക്രാഫ്റ്റ് വർക്കുകൾ, യോഗ പരിശീലനം, കമ്പ്യൂട്ടർ പരിശീലനം, ചിത്രരചനാ പരിശീലനം, തയ്യൽ പരിശീലനം, കരാട്ടെ പരിശീലനം തുടങ്ങിയവയിലൂടെ ഇവരുടെ ആത്മീയ, മാനസിക, സാമൂഹിക രൂപീകരണവും
പരിശീലനവും സാധ്യമാക്കുന്നതോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയും ഇവരാർജിക്കുന്നു എന്നത് ആശാവഹമാണ്. CMC സന്യാസിനി സമൂഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന 23 സ്ഥാപനങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുമായി 3000-ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലിപ്പിക്കുകയും സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്നതുവഴി 3000-ഓളം കുടുംബങ്ങളിൽ കൂടിയാണ് ഇവർ ആശ്വാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പൊൻവെളിച്ചം പകരുന്നത്. വിഷമുക്തമായ പച്ചക്കറി ഉൽപ്പാദനത്തിന് പോളി ഹൗസ് ജൈവകൃഷിയും, ഓസ്തി നിർമ്മാണം, മീൻ വളർത്തൽ, പലഹാര നിർമ്മാണം, വിപണനം ഇവ വിജയകരമായി പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പൊതുസമൂഹത്തിന് പോലും മാതൃകാപരമാണ്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനായി വിശാലമായ ഇൻഡോർ ഔട്ട്ഡോർ പാർക്കുകളും മാനസികോല്ലാസവും ശാരീരിക പരിശീലനവും ലക്ഷ്യമാക്കിയുള്ള ഇൻഡോർ ബോൾ റൂം തുടങ്ങിയ പരിശീലനോപകരണങ്ങളും ഈ സ്ഥാപനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ നൃത്തം, സംഗീതം, ചിത്രരചന തുടങ്ങിയ കലാരൂപങ്ങളുടെ പരിശീലനവും മത്സരങ്ങളിലെ പങ്കാളിത്തവും കുട്ടികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ൽ ഓസ്ട്രേലിയയിൽ നടന്ന ഏഷ്യ പസഫിക് സ്പെഷ്യൽ ഒളിമ്പിക്സിലും 2019 അബുദാബിയിൽ നടന്ന ഇന്റർനാഷണൽ സ്പെഷ്യൽ ഒളിമ്പിക്സിലും പങ്കെടുക്കുവാനും മെഡലുകൾ കരസ്ഥമാക്കുവാനും ഈ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. കൂടാതെ 2025 ഇറ്റലിയിൽ വച്ച് നടക്കാനിരിക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ കുട്ടികളെ സിസ്റ്റേഴ്സ് അതിനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന് പുറത്ത് തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പരിശീലന ഭവനങ്ങൾ CMC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. തങ്ങളുടേതല്ലാത്ത ഭാഷയും സംസ്കാരവും നിലനിൽക്കുന്ന ഇടങ്ങളിലും അശരണരെ ശുശ്രൂഷിക്കുന്നതിൽ ഒന്നും ഇവർക്ക് പ്രതിബന്ധമാകുന്നില്ല. കത്തോലിക്ക സഭയിൽ CMC സിസ്റ്റേഴ്സിന് പുറമെ വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളിൽ നിന്നായി 100 കണക്കിന് വൈദികരും സന്യാസിനികളും ഈ ശുശ്രൂഷാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രോഗികളോടും ആലംബഹീനരോടും അലിവ് നിറഞ്ഞ വാക്കുകളോടെ സ്നേഹസൗഖ്യം നൽകിയ ദിവ്യ ശുശ്രൂഷകനായ യേശുവിൻ്റെ കാൽപ്പാടുകൾ അനുപദം പിൻചെന്ന് ഇവർ തങ്ങളുടെ സമർപ്പണത്തെ സഫലവും സാർത്ഥകവുമാക്കി തീർക്കുന്നു. മനുഷ്യരുടെ ശരീരഘടന, പ്രവർത്തനം, ചിന്ത, ബുദ്ധി എന്നിവയുമായി ചേർന്ന് കാണുന്ന ചില ശരിമാനദണ്ഡങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പണ്ടേ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ശരിബോധ്യങ്ങളിൽ നിന്ന് മാറിയുള്ള പ്രവർത്തനത്തെ, ശരീരഘടനയെ ഏതെങ്കിലുമൊക്കെ പോരായ്മ പട്ടികയിലാണ് നാം ഉൾപ്പെടുത്തുന്നത്. മനുഷ്യ ശരീരത്തെ, അതിൻ്റെ പ്രവർത്തനത്തെ സ്വയം നിർവചിച്ചുകൊണ്ട് മനുഷ്യരെ അപൂർണരെന്നും പൂർണ്ണരെന്നും വർഗീകരിക്കുന്ന തെറ്റായ പ്രവണത സമൂഹത്തിലുണ്ട്. സ്വത്വബോധത്തിന് ശ്രമിക്കുന്ന ഡിസേബിൾഡ് വ്യക്തിയെ നോക്കി നീ അപൂർണനാണ്, നിന്റെ വ്യക്തിത്വം ശകലിതവും എന്ന് പറയുന്ന തെറ്റായ കാഴ്ചപ്പാട് സമൂഹം തിരുത്തിയേ മതിയാകൂ. ഭിന്നശേഷിയെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള മാർഗം പരിമിതിയുള്ളവർക്ക് അനുകൂലമായ മട്ടിൽ സമൂഹത്തെയും ഭൗതിക സാഹചര്യങ്ങളെയും മാറ്റുക എന്നതാണ്. ഭൂരിപക്ഷ ജനതകൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയ സാമൂഹിക ജീവിത പരിസരങ്ങൾ മൂലം അവസരങ്ങൾ നഷ്ടപ്പെട്ടവരാണ് ഭിന്നശേഷി സമൂഹമെന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്ന നല്ല കാലം സംജാതമാകട്ടെ.